സ്നേഹധന്യരാവുന്ന പ്രിയ സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവും അഖില ചരാചരങ്ങളുടെ ഉടമസ്ഥനുമാകുന്ന അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യം സ്വന്തത്തോടും പിന്നീട് എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളാകുന്ന നിങ്ങളോടും ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സുന്ദരമാകുന്ന ഈ സുദിനത്തിൽ അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ എല്ലാവിധ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഗേഹമാകുന്ന ജന്നാത്തുൽ ഫിർദൗസിലും നാം നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ചെറുതും വലുതും രഹസ്യമായും പരസ്യമായും അറിഞ്ഞും അറിയാതെ എല്ലാം നാം ചെയ്തു കൂട്ടിയ സർവ്വ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി നൽകുമാറാവട്ടെ. നമ്മളിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക്, സാമ്പത്തികപരമായ ബുദ്ധിമുട്ട് നേരിടുന്നവർക്ക് അള്ളാഹുവിൻ്റെ മഹനീയമായ കാരണത്താൽ അവരുടെ എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ ഈ ഭൂലോകത്ത് ജീവിക്കുന്ന നമ്മൾ ഓരോ നോക്കിനും ഓരോ വാക്കിനും ഓരോ പ്രവൃത്തിക്കും നാളെ പടച്ചവൻ്റെ കോടതിയിൽ തക്കതായി ഉത്തരം പറയേണ്ടവനാണ് എന്നുള്ള ബോധത്തോടു കൂടി തഖ്വയോടുകൂടി ജീവിച്ച് മരിച്ചു പോകാൻ നാം നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യവിശ്വാസികളെ, ഈ സത്യവിശ്വാസികളാവുന്ന നമ്മൾ ദുനിയാവിൽ എങ്ങനെ ജീവിക്കണമെന്ന് ചോദിച്ചാൽ നന്മയുടെ കാര്യത്തിൽ മത്സരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കേണ്ടവരാണ്. മനസ്സിലാവുന്നുണ്ടോ? അതിപ്പോൾ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, നമുക്കൊരു നന്മ ചെയ്യാൻ അവസരം കിട്ടിയാൽ അത് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം എന്നുള്ള ആ കാര്യത്തിൽ, അഥവാ നന്മയുടെ കാര്യത്തിൽ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? മത്സരിക്കണം എന്നുള്ളതാണ്. എന്നാൽ നേരെ മറിച്ച് തിന്മയുടെ കാര്യത്തിലോ, തിന്മത്ര ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അത് നമ്മൾ ചെയ്യാനേ പാടില്ല പറഞ്ഞാൽ ചെയ്യാനേ പാടില്ല. എന്താണെന്നറിയോ? നമ്മളൊക്കെ ചില കാര്യങ്ങൾ ചെയ്തിട്ട് പറയുവേ ഇതൊക്കെ ഇപ്പോൾ ഒരു തെറ്റന്നെയാണ് സംഭവം, എന്നാലും അവർ നിസ്സാരവൽക്കരിച്ച് അതിനൊരു തെറ്റാണെങ്കിലും തെറ്റിന്റെ ഗൗരവം കൊടുക്കാതെ അത് ചെയ്ത് നടക്കുന്ന ആൾക്കാരുടെ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ വാഹനത്തിലൊക്കെ പോകുമ്പോൾ ചില ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ബോട്ടിൽ കാണാൻ റോട്ടിക്കൊരു ഏറാ. അപ്പൊ നമ്മൾ പറയാം അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് തെറ്റാണെന്ന് പറയുമ്പോൾ ചില ആൾക്കാർ എന്താ പറയാ, ഇതൊക്കെ ഒരു തെറ്റാണോ എന്നുള്ളത്. മനുഷ്യന്മാര് തെറ്റാണത്, അത് തെറ്റാണ്. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ തീരെ ശ്രദ്ധിക്കപ്പെടാത്ത കുറച്ച് തിന്മകളെ കുറിച്ച് നമ്മൾ പഠിക്കണം. കാരണം നമ്മളത് നിസ്സാരമായിട്ട് കാണും, പക്ഷെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നാളെ പടച്ചവൻ്റെ അടുക്കല് പിടിക്കപ്പെടുകയും ചെയ്യും. അത്തരത്തിലുള്ള ചെറിയ ചെറിയ തിന്മകളില്ലേ, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം എന്നുള്ളതാ. അല്ലാതെ ഇത് പറയാനുള്ള കാരണം എന്താ അറിയോ? നമ്മൾ ചെറിയ തെറ്റ് വലിയ തെറ്റൊന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ തെറ്റേണ്ടാവാൻ പാടില്ല എന്നാ. മനുഷ്യന്മാരാണ് നമ്മൾ, മലക്കല്ല. എന്നാലും നമ്മുടെ ജീവിതത്തിൽ തെറ്റ് വന്നാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് തൗബ ചെയ്ത് മടങ്ങണം. അത് നമ്മൾ ചില തെറ്റുകൾക്ക് പെട്ടെന്ന് തൗബ ചെയ്യുള്ളൂ, അല്ലേ? നമുക്ക് തെറ്റാണെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ, ഇപ്പൊ ശിർക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഉമ്മാനെയും ബാപ്പാനെയും വേദനിപ്പിക്കുക, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തൗബ ചെയ്യും. എന്നാൽ ചില കാര്യങ്ങളുണ്ട് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, അത് തെറ്റാണെന്ന് അറിഞ്ഞാലും അതിനൊക്കെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് നടക്കുന്ന ചില തിന്മകളുണ്ട്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണേ, അള്ളാഹുവിന്റെ റസൂൽ എന്താണ് പറഞ്ഞത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ നഹൈതകും അൻഹു ഫജ്തനിബൂ. അല്ലയോ മനുഷ്യരെ, അള്ളാഹുവിന്റെ റസൂൽ നമ്മളോട് പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ നിങ്ങളോട് നിരോധിച്ച എല്ലാ കാര്യങ്ങളും, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഏത് തരത്തിലുള്ള തിന്മകളായിക്കോട്ടെ, അള്ളാഹുവിന്റെ റസൂൽ നിങ്ങളോട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫജ്തനിബൂ, നിങ്ങൾ പരിപൂർണമായും അത് ഒഴിവാക്കണം. മനസ്സിലാവണ്ടോ? അത് ചെറുതല്ലേ വലുതല്ലേ പറഞ്ഞ് നിൽക്കരുത് എന്നർത്ഥം. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാ, വമാ അമർതുകും ബിഹി ഫഅ്ഫലൂ മിൻഹു മസ്തദഅതും. അള്ളാഹുവിന്റെ റസൂൽ രണ്ടാമതായി പറയുകയാണ്, നിങ്ങളോട് ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ചെയ്യണമെന്ന് നന്മകൾ ചെയ്യാൻ പറഞ്ഞല്ലോ, ആ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ കഴിവിന്റെ പരമാവധി ചെയ്യണം. കണ്ടവിടെ പറഞ്ഞു നോക്കി നോക്കുക, തിന്മകള് അത് നിങ്ങൾ പരിപൂർണമായിട്ട് ഒഴിവാക്കണം. അല്ലാതെ നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ഒഴിവാക്കണം എന്നല്ല പറഞ്ഞത്, തിന്മകൾ നിങ്ങൾ പരിപൂർണമായി ഒഴിവാക്കണം. കാരണം എന്താ വെച്ചിട്ടാ, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതന്നെ. എന്നാൽ അതേ സമയത്ത് സൽക്കർമ്മങ്ങളും നമ്മളിങ്ങോട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവിടെ എന്താ പറഞ്ഞത്? നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യണം? നന്മയും ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ട് സത്യവിശ്വാസികളൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എല്ലാവിധ തിന്മകളും നിങ്ങൾ ഒഴിവാക്കണം എന്നുള്ളത്. അതുകൊണ്ട് വലിയ തിന്മകളെ കുറിച്ച് നമുക്ക് നല്ല ബോധമുണ്ട്. നമ്മൾ ഒരാളും ശിർക്ക് ചെയ്യൂല. ആരും ചെയ്യോ? ഇപ്പൊ നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരാളൊന്ന് ശിർക്ക് ചെയ്യടാ പറഞ്ഞാൽ നമ്മൾ ഇല്ല മോനെ പറയും, അല്ലേ? ഇല്ല, നമ്മൾ ചെയ്യൂല.
ഇമ്മാനെയും വാപ്പാനെ ഉപദ്രവിക്കാൻ പറഞ്ഞാൽ നല്ല മനസ്സിന്റെ ഉടമകളാകുന്ന മക്കൾ ഒരിക്കലും എന്ത് ചെയ്യൂല, ഇമ്മാനെയും വാപ്പാനെ ഉപദ്രവിക്കൂല. പലിശ എടുക്കടാന്ന് നമ്മളോട് പലരും പറയും അല്ലേ, ഇവിടുത്തെ പലരും പറഞ്ഞിട്ടില്ലേ, പലരും പറഞ്ഞു. നമ്മൾ വീട് പണി തുടങ്ങുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ പറഞ്ഞു, നമ്മൾ ചിലപ്പോൾ വീട് പണിയൊക്കെ തുടങ്ങുമ്പോഴേ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഒന്നും ഉണ്ടാവൂല. അപ്പൊ ആൾക്കാർ വന്ന് പറയും, എന്ത് എടാ ഒരു 3 ലക്ഷം ലോൺ എടുക്കുക, 4 ലക്ഷം ലോൺ എടുക്കുക എന്ന് പറയും. നല്ല മനുഷ്യന്മാരാണെങ്കിൽ എന്ത് ചെയ്യൂല, ആ സാധനം തൊടില്ല. കാരണം അവന് തിന്മെന്നറിയാം. എന്നാൽ ഈ വലിയ പാപമല്ല, കുറച്ച് ചെറിയ പാപങ്ങളുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ നല്ല ജാഗരൂകരാവണം എന്നുള്ളത് തന്നെയാണ്. അതിൽപ്പെട്ട ഒരു തിന്മയാണ്. ഞാൻ 5 തിന്മകളെ കുറിച്ച് പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തെ തിന്മയായിട്ട് നമുക്ക് പഠിപ്പിക്കുന്നത് എന്താ അറിയോ, വാഹനങ്ങളിൽ പോകുമ്പോൾ വേസ്റ്റ് വഴികളിലേക്ക് തള്ളുക എന്നുള്ളത് തിന്മയാണ് എന്നുള്ളതാ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ വാഹനത്തിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഓറഞ്ച് തിന്നും അല്ലെ, എന്നിട്ട് എന്ത് ചെയ്യുക, അതിന്റെ വേസ്റ്റ് എടുത്തിട്ടാണ് മറ്റേ അതിന്റെ വിൻഡോകൾ പുറത്ത് കളയണു. നമ്മൾ ചിന്തിക്കേണ്ടതിന്റെ ബാക്കിൽ ആൾക്കാർ വരുന്നുണ്ട്. ഒന്നെങ്കിൽ അവരുടെ കണ്ണിൽ കൊള്ളേ, അല്ലെങ്കിൽ അവർ ഓടിക്കണ വണ്ടിന്റെ അടിയിലൊക്കെ ഒരു ബൈക്കിന്റെ ഒക്കെ ഫ്രണ്ടിലത്തെ ടയറിൽ ഒരു കുപ്പി വന്ന് പെട്ടാ എന്താ ഉണ്ടാവുക, ആ മനുഷ്യൻ മറിയും അല്ലെ. അത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, അല്ലാഹുവിന്റെ റസൂൽ പറയണേ, ഈ ഉമ്മത്തിലെ അഥവാ എന്റെ ഉമ്മത്തിലെ നന്മകളെ കുറിച്ചും തിന്മകളെ കുറിച്ചും എനിക്ക് പ്രദർശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാ. മനസ്സിലാണ്ടോ? ഏതൊക്കെയാണ് നന്മ ഏതൊക്കെയാണ് തിന്മ എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, വഴിയിലെ പ്രയാസങ്ങൾ ഒഴുക്കുക അഥവാ വഴിയിലെ പ്രയാസങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് നന്മയായിട്ടാണ് ഞാൻ കണ്ടത് എന്നുള്ളതാ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഴിയിലെ പ്രയാസങ്ങൾ നീക്കുന്നത് നന്മയായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ആ വഴിയിലേക്ക് നമ്മൾ പ്രയാസങ്ങൾ ഇട്ട് കൊടുത്താൽ അതെന്തായി മാറും, തിന്മയായിട്ട് മാറും. ഇനി മറ്റൊരു ഹദീസിൽ നോക്ക്, വഴിയിലെ ബുദ്ധിമുട്ട് ഒഴിവാക്കുക എന്നുള്ളത് സ്വതക്കയാണ് എന്നുള്ളതാ. ഇതിനെ കുറിച്ചിട്ട് ഷെയ്ഖ് ഉസൈമിൻ റഹ്മത്തുള്ളാഹി പറയുന്ന ഒരു കാര്യമുണ്ട്, അതാണ് നമ്മുടെ വിഷയം. അഥവാ ഷെയ്ഖ് ഉസൈമിൻ റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, റോട്ടിലെ അല്ലെങ്കിൽ വഴിയിലെ ബുദ്ധിമുട്ട് മാറ്റുക എന്നുള്ളത് സ്വതക്കയാണ്, നല്ല കാര്യമാണ്, അള്ളാഹിന് കൂലി കിട്ടുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മളൊക്കെ നടന്നു പോകുമ്പോഴേ ചിലപ്പോൾ റോഡിന്റെ സൈക്കിള് നമ്മൾ നടക്കണ വഴിന്റെ മുമ്പിൽ വല്ല കല്ലോ മുള്ളോ എന്തെങ്കിലും ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണ വെച്ചിട്ടാ അത് കാണാത്ത പോലെ നടക്കരുത്. നമ്മളത് കാണുകയാണെങ്കിൽ നമ്മളത് എടുത്തു മാറ്റണം എന്നുള്ളത്. അങ്ങനെ എടുത്തു മാറ്റാൻ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ അറിയോ, വിശ്വാസം നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. മനസ്സിലാണ്ടോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അത്തരത്തിലുള്ള പ്രയാസങ്ങൾ മാറ്റവും വേണം, ഈ ഹദീസ് ആലോചിക്കും വേണം. കാരണം അങ്ങനത്തെ ഒരു പ്രയാസം നമ്മൾ നീക്കിക്കഴിഞ്ഞാൽ അത് സ്വതക്കയാണ്, പടച്ചവനിൽ നിന്ന് കൂലി കിട്ടുന്ന കാര്യമാണ് എന്നുള്ളത് ചിന്തിക്കുക. എന്നിട്ട് ഷെയ്ഖ് ഉസൈമിൻ റഹ്മത്തുള്ളാഹി പറയണേ, എന്നാൽ ആരെങ്കിലും വഴിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ, ആരെങ്കിലും ഈ പറയപ്പെട്ട പോലെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് റോട്ടിലേക്ക് തള്ളുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ മനസ്സിലായിക്കോ, അത് തിന്മയാണ് എന്നുള്ളത്. ഇത് ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ തീരെ ശ്രദ്ധിക്കപ്പെടാത്ത ചില തിന്മകളുണ്ട്. അതിൽപ്പെട്ടൊരു തിന്മയാണ് എന്ത്, റോട്ടിലേക്ക് വേസ്റ്റ് ഇടുക. വാഹനത്തിലേക്കൊക്കെ പോകുമ്പോഴേ വേസ്റ്റ് റോട്ടിലേക്ക് ഇങ്ങനെ തള്ളുക എന്നുള്ളത് തിന്മയിൽപ്പെട്ടതാണ് എന്നുള്ളതാ. ഇനി രണ്ടാമതായിട്ട് മനുഷ്യന്മാര് തീരെ നിസ്സാരമായി കാണുന്ന ഒരു തിന്മയാണ് എന്ത്, ഇടത് കൈ കൊണ്ട് ഭക്ഷിക്കുക എന്നുള്ളത്. നിങ്ങൾ ചില സദസ്സിലൊക്കെ പോയിട്ടുണ്ട്, അഥവാ കല്യാണത്തിന് സദസ്സിലൊക്കെ പോയാൽ ചില ആളുകൾ കുറച്ച് കാട്ടിക്കൂട്ടലാണ് അല്ലേ. എന്തേ കാരണം, ഈ കൈ കൊണ്ട് ചോറ് തിന്നല്ലേ. ഈ കൈ കൊണ്ട് ചോറ് തിന്നുമ്പോൾ അവർക്ക് എന്തില്ല, ചിലപ്പോൾ വെള്ളം കുടിക്കേണ്ടി വരും. ആ സന്ദർഭത്തിൽ ചില ആൾക്കാർ മറ്റുള്ളവരെ എന്തെങ്കിലും കാണുമോ വിചാരിച്ചിട്ട് ഈ ചോറ് പറ്റി ഈ കൈ കൊണ്ട് ചില ആൾക്കാർ ഗ്ലാസ് തൊടൂല. അവരെന്താ ചെയ്യുക, അവർക്ക് ഓവർ വൃത്തിയാണ്. വൃത്തി നമുക്ക് നല്ലതൊക്കെ തന്നെയാണ്, പക്ഷേ ഈ കാര്യത്തിന് ഇതിന് വൃത്തി എന്നല്ല പറയുക, ഇതിന് കാട്ടിക്കൂട്ടൽ എന്നൊക്കെയാണ് പറയുക. ചില ആൾക്കാർ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിനാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ അഥവാ ദാഹിച്ചു എന്ന് തന്നെ വിചാരിക്കുക, പെട്ടെന്ന് നമുക്ക് വെള്ളം കുടിക്കണമെങ്കിൽ ആ വലത്തെ കൈ കൊണ്ട് തന്നെ എടുത്ത് കുടിക്കുക. നേരെ മറിച്ച് നമുക്കെന്നാ വെള്ളം കുടിക്കണം എന്ന അത്ര അത്യാവശ്യം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് കുടിക്കാൻ വേണ്ടിയിട്ട് കൈ ഉറിഞ്ച, വിരല് നമ്മൾ ഉറിഞ്ച. ആ വലത്തെ കയ്യത്തെ വറ്റ് നമ്മൾ നേരെ തിന്നതിന് ശേഷം നമ്മൾ ആ ഗ്ലാസ്സിൽ പിടിക്കുക. മനസ്സിലാണ്ട്, അവിടെ നമ്മൾ വൃത്തി കാണിക്കണം. കാരണം നമ്മുടെ മുമ്പിൽ ആൾക്കാരുണ്ട്, നമ്മുടെ കയ്യിൽ നിറച്ച് ചോറായിട്ട് ഒറ്റപ്പെടുത്തം പിടിച്ചു കഴിഞ്ഞാൽ അതിന് മുമ്പിൽ ഇരിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത് കാണുമ്പോൾ എന്ത് ചെയ്യും, ഒരു അറപ്പ് തോന്നാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അറപ്പ് ഉണ്ടാവരുതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം, തിന്നുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, നേരാവണ്ണം വൃത്തിക്ക് തിന്നുക എന്നുള്ളത്. അപ്പൊ എന്തൊക്കെ ആയാലും നമ്മൾ വലത്തെ കൈ കൊണ്ടേ കുടിക്കാനും തിന്നാനും പറ്റുകയുള്ളൂ എന്നുള്ളത്. കാരണം എന്താ അറിയോ, ഇടത്തെ കൊണ്ട് തിന്നലും കുടിക്കലും പിശാചിന്റെ സ്വഭാവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് എന്താ പറഞ്ഞത്, പിശാച് മനുഷ്യരെ നിങ്ങളുടെ ശത്രുവാണ്, ഒരു നിലക്കും എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ അവനെ ശത്രുവായിട്ടല്ലാതെ കാണരുത് എന്നുള്ളതാ. അപ്പൊ അങ്ങനെ വിശ്വസിക്കുന്ന, അള്ളാഹിനെ വിശ്വസിക്കുന്ന നമ്മള് പിശാചിനെ ശത്രുവായി കാണുന്ന നമ്മൾ ഇടത്തെ കൈ കൊണ്ട് കുടിക്കണം എന്ന് ആലോചിച്ചോക്ക്. ചില ആൾക്കാർ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് കുടിക്കണ കണ്ടിട്ടില്ലേ, വലത്തെ കൈന് ഒരു കുഴപ്പമുണ്ടാവില്ല, അതിങ്ങനെയൊക്കെ പിടിച്ച് ആപ്പാട് ഇടത്തെ കൈയിന് സപ്പോർട്ടൊക്കെ ചെയ്തിപ്പോ വയ്യാത്ത മനുഷ്യന്മാരെ പോലൊക്കെ കാട്ടിക്കൂടണം. അതൊന്നും വേണ്ട. നമ്മുടെ കയ്യിൽ ഒരു കുഴപ്പമില്ലെങ്കിൽ വലത്തെ കൈ കൊണ്ട് തന്നെ നമ്മൾ കുടിക്കുകയും വേണം, അതേപോലെ തന്നെ കഴിക്കുകയും വേണം എന്നുള്ളത് അല്ലാഹു റസൂൽ പറയുന്നുണ്ടോ, ഇദാ അകല അഹദുക്കും
ഫൽയകുൽ ബിയമീനി. മനുഷ്യരെ, നിങ്ങൾ കുടിക്കുകയാണെങ്കിലും കഴിക്കുകയാണെങ്കിലും നിങ്ങൾ വലത്തെ കൈ കൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലാണ്ടോ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഫഇദാ ശരിബ ഫൽയശ്റബ് ബിയമീനി. അതേപോലെ തന്നെ നീ കുടിക്കുകയാണെങ്കിലും വലത്തെ കൈ കൊണ്ട് തന്നെ നീ ഉപയോഗിക്കാവൂ. ഫഇന്ന ശൈത്താന യഅകുലു ബിശിമാൽ. കാരണം എന്താണെന്നറിയോ? മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാകുന്ന പിശാച് യഅകുലു ബിശിമാലിഹി വയശ്റബു ബിശിമാലിഹി. അവൻ കുടിക്കുന്നതും കഴിക്കുന്നതും ഇടത്തെ കൈ കൊണ്ടാണ്. കണ്ടോ? അപ്പൊ നമ്മൾ ശരിക്കും മനസ്സിലാക്കുക എന്നുള്ളതാണ്. ശരിക്കും മനസ്സിലാക്കുക എന്നുള്ളത്. ഇതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിൽ പല കുട്ടികളും എന്ത് ചെയ്യും? ഈ ഇടത്തെ കൈ കൊണ്ടൊക്കെ കുടിക്കണല്ലേ? നമ്മൾ ആ ടൈമിൽ തന്നെ പറയണത്, മോനെ അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല മോളെ എന്നുള്ളത് അപ്പൊ തന്നെ തിരുത്തി കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം എന്നുള്ളത്. ഇതാ പറഞ്ഞേ, ഇതൊക്കെ ആരെങ്കിലും തെറ്റായിട്ട് കാണുന്നുണ്ടോ? തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ തെറ്റിന് അത്രമാത്രം ഗൗരവം കൊടുക്കുന്നില്ല എന്നുള്ള. പക്ഷേ നമ്മൾ ഈ നിലക്ക് തന്നെയാണ് ചെയ്തു പോകുന്നതെങ്കിൽ അത് വല്ലാത്തൊരു അപകടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി മൂന്നാമതായിട്ട് നമ്മൾ തീരെ ശ്രദ്ധ കൊടുക്കാത്തൊരു തെറ്റെന്താണെന്നറിയോ? അന്യ സ്ത്രീകളെ നോക്കുക എന്നുള്ളതാണ്. അല്ലേ? ചില ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ല, ഒരു ടൈം ആയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പെണ്ണുങ്ങൾ വരുന്ന ഭാഗത്ത് ഇങ്ങനെ വായും പൊളിച്ചിരിക്കണുണ്ടാവും, അവരെ നോക്കി ഇങ്ങനെ തൊള്ളയും പൊളിച്ചിരിക്കും. ഇത് നമ്മൾ ചെയ്യാൻ പാടില്ല. ഇതൊക്കെയും പലരും വിചാരം ഉണ്ടല്ലോ. ഇപ്പൊ ചില ചക്കന്മാരൊക്കെ കണ്ടിട്ടില്ലേ, കോളേജിന്റെ മുമ്പിലൊക്കെ ബൈക്കിൽ ഇങ്ങനെ വന്ന് നിൽക്കും. ഇവരുടെ വിചാരം ഇവർ ചെയ്യണ ഭയങ്കര സംഭവമാണ്. ഇവരിങ്ങനെ ബൈക്കും ഒരു കൂളിംഗ് ഗ്ലാസും പിന്നെ അവർ എന്താ കീറിപ്പൊളിഞ്ഞൊരു പാൻറ്റും ഇട്ടിട്ട് ഇങ്ങനെ നിന്ന് പെണ്ണുങ്ങളെ നോക്കുന്നത് ഇവരുടെ ഭയങ്കര സെറ്റപ്പാണ്. നല്ല മനുഷ്യന്മാര്. തെറ്റാണിത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞ എന്താണെന്നറിയോ? കുല്ലിൽ മുഅ്മിനീന യഉള്ളൂ മിൻ അബ്സാരിഹിം. നബിയെ, സത്യവിശ്വാസികളോട് താങ്കൾ പറയണം. എന്താ പറയണെന്നറിയോ? യഉള്ളൂ മിൻ അബ്സാരിഹിം. അവരെ കണ്ണ് താത്താൻ പറയണം എന്നുള്ളതാ. അന്യ സ്ത്രീകളെ കാണുമ്പോൾ കണ്ണ് താത്തണം. ഇത് എന്തിനാണെന്നറിയോ കണ്ണ് താത്താൻ പറയണത്? അള്ളാഹ് നമ്മുടെ നന്മക്ക് വേണ്ടിയിട്ടാ. അതെന്താന്ന് ഞാൻ അവസാനം പറഞ്ഞുതരാം. യഗ്ളൂ മിൻ അബ്സാരിഹിം. അവരെ കണ്ണ് താത്താൻ പറയാം അന്യ സ്ത്രീകളെ കാണുമ്പോ. അതുപോലെ തന്നെ വയഫ്ളു ഫുറൂജഹും. അവരുടെ ഗുഹ്യസ്ഥാനത്തെ അവർ സൂക്ഷിക്കാനും അവരോട് പറയുന്നിട്ട് അള്ളാഹ് പറയണേ, ദാലിക അസ്കാ ലഹും. അതാണ് അവർക്ക് ഏറ്റവും നല്ലത് എന്നുള്ളതാ. അതാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് സംശുദ്ധി നേടുന്ന, സമാധാനം ചെയ്യുന്ന കാര്യം. എന്നിട്ട് അള്ളാഹ് പറയണേ, ഇന്നല്ലാഹ ഹബീറും ബിമാ യസ്നഊൻ. മനുഷ്യരെ, നിങ്ങൾ നോക്കുന്ന ഓരോ നോട്ടമുണ്ടല്ലോ, അത് ചിലപ്പോൾ ആരും കാണുന്നുണ്ടാവൂല. നമ്മളിങ്ങനെ നോക്കുന്നത് ആരും കാണുന്നുണ്ടാവില്ല, ഇമ്മയും കാണുന്നുണ്ടാവില്ല, വാപ്പയും കാണുന്നുണ്ടാവില്ല, ആരും കാണുന്ന. പക്ഷേ ഇന്നല്ലാഹ ഹബീറും ബിമാ യസ്നഊൻ. നീ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ചും സൂക്ഷ്മമായിട്ട് പടച്ചു തമ്പുരാൻ കാണുന്നുണ്ട് എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ഇമ്മയും വാപ്പയും കണ്ടില്ല. ഇമ്മയും വാപ്പയും കണ്ടാൽ തന്നെ ഇപ്പൊ എന്താ ചെയ്യാ? ഒന്ന് ചീത്ത പറയും, ഇതൊക്കെ തന്നെ ചെയ്യും, ഒന്ന് തല്ലും, ഇതല്ലേ? പക്ഷെ പടച്ചവൻ അങ്ങനെയല്ല കേട്ടോ. പടച്ചവനെ കുറിച്ച് എന്താ പറയണത്? അള്ളാഹുവിന്റെ ശിക്ഷയെ പോലെ ശിക്ഷിക്കുന്ന വേറൊരു ശിക്ഷ നിങ്ങൾ ദുനിയാവിൽ അനുഭവിച്ചിട്ടുണ്ടാവില്ല എന്നാ. ഇപ്പൊ ദുനിയാവിൽ നമ്മൾ ശിക്ഷിക്കാൻ വിചാരിക്കും, കൂടിപ്പോയ എന്ത് ചെയ്യുക? തൂക്കിക്കൊല്ലല്ലേ നമ്മൾ ദുനിയാവിൽ ചെയ്യാം. പക്ഷേ അത്ര വലിയ ശിക്ഷ കിട്ടിയവനാണെങ്കിലും പടച്ചവന്റെ ചെറിയ ശിക്ഷ തന്നെ എന്തുണ്ടാവൂല, ഇതിനേക്കാൾ ഭീമാകാരമായിരിക്കും എന്നൊരു ചിന്ത നമുക്ക് വേണം. ആ പടച്ച തമ്പുരാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് കാണുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്തുകൊണ്ടറിയാം പടച്ച തമ്പുരാൻ കണ്ണ് താത്താൻ പറയണത്? മനുഷ്യന്മാരെ പണ്ഡിതന്മാര് പറയുന്നുണ്ടേ, ഒരു അന്യ സ്ത്രീയെ നോക്കാതിരിക്കുക എന്നത് നോക്കുന്നതിനേക്കാൾ ഭാരമില്ലാത്തതാണ് എന്നുള്ളതാ. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ പല കുടുംബത്തിനും ഓരോ അവിഹിതമൊക്കെ പിടിക്കണില്ലേ? ഈ കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ ഇടയിൽ തന്നെ എന്താണ് സംഭവിച്ചിട്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അന്യ സ്ത്രീയെ നീ നോക്കാൻ പാടില്ല. എന്തുകൊണ്ട് നോക്കാൻ പാടില്ല? ചിലപ്പോൾ നിന്റെ ഭാര്യയേക്കാൾ സുന്ദരിയായിരിക്കും ആ വരുന്ന പെണ്ണ്. മനസ്സിലാണ്ടോ? ആ പെണ്ണിനെ നമ്മൾ നോക്കുകയാണ്. ആ പെണ്ണിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തുണ്ടാവുക? ചിലപ്പോൾ നമ്മൾക്ക് അവളോട് ഇഷ്ടം തോന്നും. പിന്നെന്ത് ചെയ്യും? അത് വേണ്ടാത്തൊരു തരത്തിലേക്ക് പോവുകയും ചെയ്യും. തൻ്റെ ഭാര്യയ്ക്ക് ഇത്രമാത്രം സൗന്ദര്യം ഇല്ലെങ്കിൽ അവളെ വെറുക്കാനും തുടങ്ങും. അങ്ങനെ ആകപ്പാടൊരു ബുദ്ധിമുട്ടിലേക്കാണ്ട് എത്തും. എന്നാൽ നേരെ മറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു പെണ്ണിങ്ങനെ വരുന്നു, നമ്മൾ അവളെ മൈൻഡ് ചെയ്യുന്നില്ല, കണ്ണും താത്തി പോകുന്നു, ഒരു കുഴപ്പമോടെ ഉണ്ടാവൂല, നമ്മുടെ മനസ്സ് കേടുവരില്ല. ഇതേപോലെ തന്നെയാണ് വിവാഹം കഴിക്കാത്ത ആൾക്കാർ. നമ്മളുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിധിച്ചൊരു പെൺകുട്ടിയുണ്ട്, നമുക്ക് വിധിച്ചൊരു ആൺകുട്ടിയുണ്ട്. അവൻ്റെയും അവളുടെയും സൗന്ദര്യമല്ലാതെ നമ്മൾ ആസ്വദിക്കാൻ പാടില്ല. അങ്ങനെ ആസ്വദിച്ചു കഴിഞ്ഞാൽ കുഴപ്പം എന്താ അറിയോ? നമുക്ക് പടച്ച തമ്പുരാൻ തരുന്നൊരു എണ്ണുണ്ടല്ലോ, അതിന് നമുക്ക് ആസ്വദിക്കാൻ പറ്റൂല. കാരണം എന്താ? നമ്മുടെ ഈ കണ്ണ്, നമ്മുടെ മനസ്സ് നശിച്ചു പോയി. എന്താ? നേരെ വണ്ണം നമ്മൾ കണ്ണൊന്ന് താത്ത് പടച്ച തമ്പുരാൻ പറഞ്ഞതിലേക്ക് മാത്രം നീ നോക്ക്. അപ്പൊ നിന്റെ മനസ്സിൽ മുഴുവൻ അവള് മാത്രമായിരിക്കും, നിന്റെ മനസ്സിൽ മുഴുവൻ അവള് മാത്രമായിരിക്കും. അങ്ങനെ ആകുമ്പോ എന്തറിയോ? നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവും, ഒരു സ്നേഹം ഉണ്ടാവും, അപ്പൊ കുടുംബത്തിൽ ഒരു സന്തോഷം ഉണ്ടാവും. അതുകൊണ്ടൊക്കെ തന്നെ അല്ലാഹ് പറഞ്ഞതേ, നിങ്ങൾ അന്യ സ്ത്രീകളിലേക്ക് നോക്കല്ലേ പറഞ്ഞു. നമ്മുടെ നന്മക്ക് വേണ്ടിയിട്ടാ. നമ്മുടെ മനസ്സ് കേടുവരും, പിശാച് പലതരത്തിലുള്ള ചിന്ത വരും, പിന്നെ വലിയ അപകടത്തിലേക്ക് പോയി ചാടുകയും ചെയ്യും. വലിയ അപകടത്തിലേക്ക് പോയി ചാടി കഴിഞ്ഞാലോ ചിലപ്പോൾ അവന്റെ ജീവിതം തന്നെ അങ്ങോട്ട് പോയി കിട്ടും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക, അല്ലാഹ് പറഞ്ഞ എന്ത് ശരിയാ? നിങ്ങൾ അന്യ സ്ത്രീയെ നോക്കരുത് മനുഷ്യന്മാരെ. അത് മൊബൈലിലാണെങ്കിലും മനസ്സിലാണ്ട്. നമ്മൾ റോഡ് കൂടെ പോണ പെണ്ണെന്ന് മാത്രമല്ല, ഇനി നമുക്കറിയാം ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഏതെടുത്താലും ആൾക്കാരുണ്ട്. എന്തൊക്കെയായാലും അവരെങ്ങനെ നടന്നോട്ടെ,
പോട്ടെ, പക്ഷേ എൻ്റെ അള്ള കാണുന്നുണ്ടെന്നുള്ള ചിന്തയോടുകൂടി നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ എവിടെ പോയാലും നമുക്ക് സമാധാനവും അള്ളാന്റെ ബർക്കത്തും ഉണ്ടാവുമെന്ന് മനസ്സിലാവും. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, മനുഷ്യന്മാർ നിസാരമായി കാണുന്ന തിന്മയാണെന്ത്? അന്യ സ്ത്രീകളെ നോക്കുക എന്നുള്ളത്. ഒരിക്കലും നോക്കരുത്. നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സാണ് കേടുവരിക എന്നുകൂടി മനസ്സിലാക്കാം. ഇനി നാലാമതൊരു തെറ്റാണ് അന്യ സ്ത്രീകളെ സ്പർശിക്കുക എന്നുള്ളത്. ഇന്ന് പല സദസ്സിൽ നിങ്ങൾ പോയി നോക്കി നോക്ക്, അന്യ സ്ത്രീകളെ തൊടുക, കൈ കൊടുക്കുക, ചില ആൾക്കാർ കെട്ടിപ്പിടിക്കുന്ന അടക്കം കാണാം. എന്തിനത്? മനുഷ്യന്മാരിത് ചെയ്യാൻ പാടില്ല കേട്ടോ. നമ്മുടെ ഇസ്ലാം എന്ന് പറയുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമാണ്. നമുക്ക് അർഹതയില്ലാത്തതിൽ നമ്മൾ തുടരുത്, നോക്കരുത്. ഇപ്പൊ ഒരു പെൺകുട്ടി നമുക്ക് ഷെയ്ക്കാൻ തരുകയും ചെയ്യും. ഇപ്പൊ കോളേജിലൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നൊരു വിഷയമല്ല. കോളേജിലൊക്കെ നിങ്ങളൊന്ന് പോയി നോക്കി നോക്ക്, പെൺകുട്ടികൾ ആൺകുട്ടികളെ കൈ പിടിക്കുന്നു, പെൺകുട്ടികളും ആൺകുട്ടികളും തോളത്ത് ഇങ്ങനെ കൈ പിടിച്ച് നടക്കുന്നു, തോന്നിയ പോലെ നടക്കണു. ഇതൊക്കെ എന്ത് വലിയ തെറ്റാന്നറിയാം. അള്ളാഹു റസൂൽ പറയുന്നുണ്ട് ആ തെറ്റിനെ കുറിച്ച് എന്താ പറയുന്നത്? നിനക്ക് അർഹതപ്പെടാത്തൊരു പെൺകുട്ടിയെ നീ തൊടുന്നതിനേക്കാൾ നല്ല, അള്ളാഹു റസൂലാണ് പറയട്ടോ, നരകം കണ്ട പ്രവാചകനാണ്. നമ്മുടെ പോലെയല്ല, നരകവും സ്വർഗം നബി നേരിട്ട് കണ്ടിട്ടുണ്ട്. ആ നബിയാണ് പറയുന്നത്, നീ നിനക്ക് അർഹതപ്പെടാത്തൊരു പെൺകുട്ടിയെ തൊടുന്നതിനേക്കാൾ നിനക്ക് നല്ലത് എന്താണെന്നറിയോ? ഒരു ഇരുമ്പിന്റെ ആണി എടുത്ത് നിന്റെ തലയിൽ അടിക്കുന്നതാണ്. എങ്ങനെ ഉണ്ടാവും? നമ്മുടെ തലയിൽ ഒരു ആണിയും കൊണ്ട് ഇങ്ങനെ അടിക്കുക വിചാരിച്ചു എത്രമാത്രം വേദന ഉണ്ടാവും. മനുഷ്യന്മാരെ അതിനേക്കാൾ വലിയ ശിക്ഷയാണെന്ത്? ഈ പറയപ്പെട്ട അന്യ സ്ത്രീയെ നീ തൊടുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട വെച്ചിട്ടാ, ഒരു നിരക്ക് നമ്മൾ അന്യ സ്ത്രീകളെ നോക്കാനും നിൽക്കണ്ട. ഇപ്പൊ നമ്മൾ യാദർശികമായിട്ടൊക്കെ കാണും, ഇങ്ങനെ പെട്ടെന്ന് പോകുന്നു, ചിലപ്പോൾ ആളറിയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ നോക്കും, അത് കുഴപ്പമില്ല. രണ്ടാമത് നോട്ടം അത് വേണ്ട എന്നുള്ളത്. അതൊക്കെ മനുഷ്യന്മാർ നിസ്സാരായി കാണാ. ഇത് ഞാൻ വെറുതെ നിങ്ങൾ കല്യാണത്തിനൊക്കെ പോകുമ്പോഴേ ഓരോ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും അവരുടെ എന്താ പറയാ ഇടപെടൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. തോളത്തൊക്കെ തട്ടിയിട്ട് ഒരു നാണവന്മാരല്ല ചെയ്യുന്നതാണ്. അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടോ അള്ളാന്റെ ഇന്ന് ശിക്ഷ കിട്ടുന്ന കാര്യമാണ്. അള്ളാൻ റസൂൽ പഠിപ്പിച്ചെന്താ അറിയോ? നമ്മുടെ കയ്യിന് വ്യഭിചാരമുണ്ട് എന്നാ. നമ്മുടെ കയ്യിന് വ്യഭിചാരമുണ്ട്. ആ കയ്യിന്റെ വ്യഭിചാരം ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. കണ്ണിന് വ്യഭിചാരമുണ്ട്. അതെന്താ? വേണ്ടാത്തത് കാണല, ഈ നോക്കലാണ്. അതേപോലെ തന്നെ കയ്യിന് വ്യഭിചാരമുണ്ട്. ആ കയ്യിന്റെ വ്യഭിചാരം എന്താ? അന്യ സ്ത്രീകളെ തൊടുക എന്നുള്ളതാ. അതേപോലെ തന്നെ കാലിന് വ്യഭിചാരമുണ്ട്. എന്താ? വേണ്ടാത്തതിലേക്ക് അടുക്കുക എന്നുള്ളതാ. ഇതൊക്കെ എന്താണ്? തിന്മയാണെന്നാ. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നമ്മൾ ഏതാനും തിന്മകൾ അഥവാ 4 തിന്മകളെ കുറിച്ച് പറഞ്ഞു. ഈ തിന്മകളൊക്കെ മനുഷ്യന്മാർ നിസ്സാരമായി കാണുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? അത് നിസ്സാരമായി കാണരുത്. നമ്മൾ നിസ്സാരമായിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മളിങ്ങ് നിസ്സാരമൊക്കെയാണെന്ന് പറഞ്ഞാൽ ചെയ്യും, പക്ഷേ അത് പിന്നീട് നമുക്ക് ദുനിയാവിലും അതിന്റെ ഭവിഷ്യത്തുണ്ടാവും. നമ്മൾ അള്ളാഹിനോട് പാപമോചനം തേടാതെയാണ് മരിച്ചു പോകുന്നതെങ്കിൽ, അതിൽ നിന്ന് മോചിതനായിട്ടല്ല നമ്മൾ മരിച്ചു പോകുന്നതെങ്കിൽ ഉറപ്പാണ് പടച്ചവന്റെ അടുക്കൽ നമ്മൾ പിടിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് നല്ല മനുഷ്യന്മാരായിട്ട് എല്ലാ തിന്മയിൽ നിന്നും മാറി യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിക്കുക. നമ്മെ അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹധന്യരാവുന്ന പ്രിയ സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവും അഖില ചരാചരങ്ങളുടെ ഉടമസ്ഥനുമാകുന്ന അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയതും എന്നാൽ മനുഷ്യന്മാർ നിസ്സാരമായി കാണുന്ന 4 തിന്മകളെ കുറിച്ച് നമ്മളിപ്പോൾ പഠിച്ചു. ഈ 4 തിന്മകൾ ഇന്നു മുതൽ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. എന്താ അറിയോ? ഈ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അഥവാ ഹറാമ് നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ, എന്താ പറയുക കുഴപ്പം? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നിന്ന് ബർക്കത്ത് എടുത്ത് മാറ്റും എന്നുള്ളതാ. ഐശ്വര്യം എന്ന് പറയുന്ന സാധനം ഉണ്ട്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അതോടുകൂടി ആ മനുഷ്യന്റെ ജീവിതത്തിൽ എന്ത് പോയി എന്ന് വെച്ചിട്ടാ? സമാധാനം പോയി എന്നുള്ളതാണ്. സമാധാനം ബർക്കത്തില്ലാതെ എന്തൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല, ആ മനുഷ്യന് സമാധാനം ഉണ്ടാവൂല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഹറാമ് ചെയ്യരുത് എന്നുള്ള. മാത്രല്ലേ നമ്മുടെ പ്രാർത്ഥന പോലെ അള്ളാഹ് സ്വീകരിക്കില്ല. അഞ്ചാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക? മനുഷ്യന്മാർ തീരെ ശ്രദ്ധിക്കൂല, പക്ഷെ ചെയ്യുന്നത് വലിയ തെറ്റുമാണ്. ഒന്ന് ഏതെന്നറിയോ? നമസ്കാരത്തിൽ ഇമാമിനേക്കാൾ മുൻകടക്കുക എന്നുള്ളത്. നിങ്ങൾ ചില ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർക്ക് ഭയങ്കര ധൃതിയായിരിക്കും. ഒരുപക്ഷെ അവർക്ക് അറിവില്ലാഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ അവർക്ക് അറിവുണ്ടായിട്ടും ക്ഷമല്ലാത്തത് കൊണ്ടുണ്ട്. അങ്ങനെയുണ്ട് പ്രശ്നം. ചില ആൾക്കാരെ ഭയങ്കര സ്പീഡായിരിക്കും. ഇമാമ് റുക്കുവിലേക്ക് പോകുമ്പോഴത്തേനും മറ്റുള്ള റുക്കുവൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അതേപോലെ തന്നെ ചില ആൾക്കാർ സലാം വീട്ടിങ്ങനെ കണ്ടിക്കണം. ഇമാമ് സലാം വീട്ടി കഴിയുമ്പോഴത്തേനും മറ്റുള്ളവരുടെ സലാം വീട്ടി കഴിഞ്ഞിട്ടുണ്ടാവും, ദിക്ർ ചെല്ലാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇമ്മായി കാട്ടിക്കൂട്ടുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇമാമിനെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല?
മുൻകടക്കാൻ പാടില്ല എന്നുള്ളത്. അത് നമ്മൾ എത്ര നിസ്സാരമായി കണ്ടാലും ശരി, അത് തെറ്റാണ്. ഇതൊക്കെ ഒരു തെറ്റാ നമുക്ക് തോന്നാറില്ലേ? പക്ഷെ ആ തെറ്റിന്റെ ഗൗരവം ഇനി കേട്ടോട്ടോ. അള്ളാഹു റസൂൽ പറയണേ, കണ്ടോ അള്ളാഹു റസൂൽ പറയണുണ്ടോ, മനുഷ്യരെ നിങ്ങള് ഇമാമ് തല പൊക്കുന്നതിന് മുമ്പ് നിങ്ങൾ തല പൊക്കുകയാണെങ്കിൽ നിങ്ങളുടെ തല അള്ളാഹു സുബ്ഹാനഹു വ തആല കഴുതയുടെ രൂപത്തിലേക്ക് ആക്കുന്നതിൽ നിങ്ങൾക്ക് പേടിയില്ല എന്നുള്ളതാ. ഒന്ന് ആലോചിച്ച് നോക്കി നോക്ക്. റസൂൽ പറയണുണ്ടോ, ഇമാമിനേക്കാൾ മുമ്പ് നിങ്ങൾ തല ഉയർത്തുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ തലയെ കഴുതയുടെ രൂപത്തിലേക്ക് ആക്കി മാറ്റുന്നതിനെ തൊട്ട് നിങ്ങൾക്ക് പേടില്ലെന്നാ. മാത്രല്ല ഹിമാർ, അതല്ല നിങ്ങളെ മുഴുവനായിട്ട് ഒരു കഴുതന്റെ രൂപത്തിലേക്ക് മാറ്റുന്നതിനെ തൊട്ട് മനുഷ്യന്മാരെ നിങ്ങൾക്ക് പേടിയില്ലേ എന്നുള്ള. ഒന്ന് ആലോചിച്ച് നോക്കി. നിസ്സാരമായ തെറ്റാ ഇത്? നിസ്സാരമായ തെറ്റാ അല്ല എന്നുള്ളതാ. പക്ഷെ മനുഷ്യന്മാരെന്ത് ചെയ്യും? നിസ്സാരമായി കാണുകയും ചെയ്യും എന്നുള്ളതാ. അതുകൊണ്ട് സത്യവിശ്വാസികൾ, ഇതൊക്കെയാണ് ഈ പറയപ്പെട്ട, ഇനിയുണ്ട് ധാരാളം ഉണ്ട്, ഇതൊക്കെയാണ് ഈ പറയപ്പെട്ട മനുഷ്യന്മാർ ചെറുതായിട്ട് കാണുന്ന തിന്മകൾ. ഇതൊക്കെയാണ്.